സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. 2023 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവനകൾ വായിക്കാം. 1. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി. 2. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. 3. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായി. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായി. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിലാണ്? 1929 ലാഹോർ സമ്മേളനത്തിലാണ്. സ്ഥിരം വരുന്നൊരു ചോദ്യമാണത്. അടുത്ത ചോദ്യം, ഖുദായ് ഖിദ്മത്ത് ഗാർസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ. ഖുദായ് ഖിദ്മത്ത് ഗാർസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. സംഘടനയുടെ പേര് ഖുദായ് ഖിദ്മത്ത് ഗാർസ്. സ്ഥാപകൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത്? 7 പ്രവിശ്യകളിലാണ്. 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത്? 7 പ്രവിശ്യകളിലാണ്. 7. അടുത്ത ചോദ്യം, പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആര്? പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്നയാണ് പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത്. മുഹമ്മദ് അലി ജിന്ന. നയി താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആശയത്തിന്റെ പേര് നയി താലിം. ഗാന്ധിജിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നയി താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാന്ധിജി. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരാത്തത് തിരിച്ചറിയുക. ചേരാത്തത് തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നു ബൊക്കോറോ സോവിയറ്റ് യൂണിയൻ, ദുർഗാപൂർ ബ്രിട്ടൻ, ഭിലായ് ജപ്പാൻ, റൂർക്കേല ജർമ്മനി. ഇതിൽ ചേരാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 3 ആണ്. ഭിലായ് ജപ്പാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഭിലായ് ഏതാണ്? റഷ്യയാണ്. റഷ്യ. അടുത്ത ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്ന, എവിടെയും ഇരുട്ടാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞ സന്ദർഭം ഏതാണ്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോൻ ആണ്. ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? VP മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത് തന്നിരിക്കുന്നു. ഗോവ, പോണ്ടിച്ചേരി, യാനം, കാരക്കൽ. ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3, 4. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ എന്നിവയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ജീവിത സമരം. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവരിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആരാണ്? കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? സി കേശവന്റെ ആത്മകഥയുടെ പേരാണ് ജീവിത സമരം എന്നത്. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? സി കേശവൻ. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക.
പ്രസ്താവനകൾ തന്നിരിക്കുന്ന 1 സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2 1925 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. 3 AG വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. 1925 സത്യാഗ്രഹം അവസാനിച്ചത്. അടുത്ത ചോദ്യം, ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ആരാണ്? ടി പ്രകാശമാണ്. ടി പ്രകാശം. ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്? അയർലൻഡ്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32നെ ഹൃദയവും ആത്മാവും എന്ന്, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂടി ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതി. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്താണ്? ഭാഗം 3ലാണ്. ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ് ആണ്. നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തിടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആയ ഹോസ്വാങ് 12 പരീക്ഷിച്ച രാജ്യം ഏതാണ്? ഉത്തര കൊറിയയാണ്. ഉത്തര കൊറിയ. മിസൈലിന്റെ പേര് ഹോസ്വാങ് 12. അടുത്തിടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഹോസ്വാങ് 12 പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയ. നാട്യശാസ്ത്രം എഴുതിയത് ആരാണ്? നാട്യശാസ്ത്രം എഴുതിയത് ഭരതമുനിയാണ്. നാട്യശാസ്ത്രം എഴുതിയത് ഭരതമുനി. 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ആരാണ്? 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയ തോപ്പിയാണ്. താന്തിയ തോപ്പി. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കപ്പിന്റെ പേര് തോമസ് കപ്പ്. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബാഡ്മിന്റൺ ആണ്. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ബക്രാനങ്കൽ അണക്കെട്ടാണ്. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? സത്ലജ് നദി. ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്? ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്? ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏത്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഇറ്റാനഗർ ആണ്. ഇറ്റാനഗർ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? സുന്ദരവനമാണ്. സുന്ദരവനം രൂപപ്പെട്ടത് ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലമാണ്?
ഗംഗാ നദിയുടെയും ബ്രഹ്മപുത്ര നദിയുടെയുമാണ്. ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയത്തിലെ സോജില ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സോജില ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിലാണ് സോജില ചുരം ബന്ധിപ്പിക്കുന്നത്? ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്നത് ഏത് ചുരമാണ്? സോജില ചുരം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ? കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിരയാണ് നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിര നീലഗിരി കുന്നുകൾ. 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH66 ആണ്. NH66. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH66. കേരളത്തിൽ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏത്? കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭയാണ് കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏതാണ്? കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. തിരുവനന്തപുരം ജില്ലയിലെ ഒരു തുറമുഖം. തിരുവനന്തപുരം ജില്ലയിലെ തുറമുഖം. ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷൻസ് പൊന്നാനി, ബേപ്പൂർ, വിഴിഞ്ഞം, പയ്യാമ്പലം എന്നിവയാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ടാണ് ഇടുക്കി. ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ടാണ് ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. പദ്ധതിയുടെ പേര് മിഠായി. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയുണ്ടാകുന്ന രോഗാവസ്ഥ. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയുണ്ടാകുന്ന രോഗാവസ്ഥയാണ് എംഫിസിമ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. ആഗ്നേയഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ആഗ്നേയഗ്രന്ഥിയാണ്. ആഗ്നേയഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ബീറ്റാ കോശങ്ങളാണ്. ബീറ്റാ കോശങ്ങൾ. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്നു. രക്തം കട്ടപിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ്. രക്തം കട്ടപിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റാണ് APTT എന്നത്. APTT. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായിട്ട് നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിന്റെ പേര് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായിട്ട് നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിന്റെ പേരാണ് കാർസാപ്പ്. പേര് കാർസാപ്പ്. മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുവാനുള്ള ഉപകരണം. മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുവാനുള്ള ഉപകരണമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇലക്ട്രോ എൻസെഫലോഗ്രാം. മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനുള്ള ഉപകരണമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം.
ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗം. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗമാണ് അരിവാൾ രോഗം. അരിവാൾ രോഗം. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക മാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക മാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗം. ഓപ്ഷൻ സി ആണ് ഉത്തരം. എയ്ഡ്സ്. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗമാണ് എയ്ഡ്സ്. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് 50 ചോദ്യങ്ങളാണുള്ളത്. ഇത് ഡ്രൈവറിൻ്റെ പോസ്റ്റിലേക്കായിട്ടുള്ള പരീക്ഷയാണ്. അപ്പോൾ ഇനി വരുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.